السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൂറ ആലു ഇമ്രാൻ പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 121 മുതൽ അവസാനം വരെ ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങളാണ് പറയുക. അതിൻ്റെ ഒരു പശ്ചാത്തലം ഉഹുദ് യുദ്ധമാണ്. ഉഹുദ് യുദ്ധത്തിന് ശേഷമാണ് അതിനെക്കുറിച്ചുള്ള ഈ വർത്തമാനങ്ങൾ പറയുന്നത്. أعوذ بالله من الشيطان الرجيم. وإذ غدوت من أهلك تبوئ المؤمنين وإذ غدوت من أهلك تبوئ المؤمنين مقاعد للقتال والله سميع عليم. إذ همت طائفتان منكم أن تفشلا والله وليهما وعلى الله فليتوكل المؤمنون. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. 121, 122, 123. വഇദ് ഗദൗത, നീ പുലർച്ചെ ഇറങ്ങി തിരിച്ച സന്ദർഭം ഓർക്കുക. മിൻ അഹ്ലിക്, നിന്റെ കുടുംബത്തിൽ നിന്ന്. തുബവ്വിഉ, ഒരുക്കാൻ, അൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക്, മഖാഇദ, താവളങ്ങൾ, ലിൽ ഖിതാൽ, യുദ്ധത്തിന്. വല്ലാഹു സമീഉൻ അലീം, വല്ലാഹു എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ. ഇദ് ഹമ്മത്, ഭാവിച്ച സന്ദർഭം. ത്വാഇഫത്താൻ, രണ്ട് വിഭാഗങ്ങൾ. മിൻകും, നിങ്ങളിലെ. അൻ തഫ്ശല, ഭയന്നോടാൻ, പേടിക്കാൻ, ഭീരുക്കളാവാൻ. വല്ലാഹു വലിയുഹുമാ, അല്ലാഹു അവരുടെ രക്ഷാധികാരി ആയിരിക്കെ. അള്ളാഹുവിന്മേൽ അല്ലെങ്കിൽ അള്ളാഹുവിൽ ഫൽയതവക്കൽ, തവക്കുലാക്കട്ടെ, അൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ. വലഖദ് നസറക്കും, തീർച്ചയായിട്ടും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് അല്ലാഹു ബിബദരിൻ, ബദറിൽ. വഅൻതും അദില്ല, നിങ്ങൾ ദുർബലരായിരിക്കെ. അഇസ്സ എന്ന് പറഞ്ഞാൽ പ്രബലരാവുക, ഇസ്സത്തുള്ളവരാവുക. അതിന് വിപരീതമാണ് ദുർബലരാവുക, പതിതരാവുക, കഴിവ് കുറഞ്ഞവരാവുക. അതില്ല. ഇസ്സത്ത് നമ്മളത് പ്രാർത്ഥിക്കാറില്ലേ? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. ഇസ്സത്തും ദില്ലത്തും.
ഫത്തഖുല്ലാഹ്, അതിനാൽ അള്ളാഹുവിനോട് തഖ്വ കാണിക്കുക. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. ഓക്കെ, ഇനി നിങ്ങളുടെ ഊഴമാണ്. എന്താണത്? ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാള് നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഉഹുദ്? എന്താ നിങ്ങൾ പറയാം? ആർക്കൊക്കെ ഒരാൾക്ക് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചു പറയാം. ബദറിന് ശേഷം സലാം. അല്ല, ഒരാൾ പറയുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞത്? ബദറിന് ശേഷം മദീനയിലേക്ക് ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നബിയും സഹാബത്തും മദീനയുടെ പുറത്തേക്ക് പോയി അവിടെ നിലയുറപ്പിച്ചു. അങ്ങനെ പോകാൻ ഒരു കാരണം യുവാക്കളുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. ഏതാണ്ട് ജയിക്കാനായപ്പോൾ അത് മലയുടെ മുകളിൽ ഡ്യൂട്ടി ഏൽപ്പിച്ചിരുന്ന ആളുകൾ ഈ ഗനീമത്ത് സ്വത്തൊക്കെ വാരിക്കൂട്ടുന്നത് കണ്ടപ്പോൾ ഇറങ്ങി താഴോട്ട് പോന്നു. അങ്ങനെ എന്തായി? അപ്പോൾ അതോടുകൂടിയിട്ട് യുദ്ധം വലിയ തിരിച്ചടി നേരിട്ടു. ഇത്രയല്ലേ നിങ്ങൾ പറഞ്ഞേ? റസൂല് മരിച്ചു എന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരു കിംവദന്തി പരന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ ചെതറിയോടി. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഓക്കെ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? അതിൻ്റെ കൂട്ടത്തിൽ ഇന്നതും കൂടി എന്ന് പറയാനുണ്ടോ? എങ്ങോട്ട് പുറപ്പെടുന്നേ? അതല്ലത്. ആ പിന്തിരിഞ്ഞു പോണ ആ സംഭവത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. രണ്ട് വിഭാഗം എന്ന് പറയുന്നത് വേറെയാണ്. അത് നമുക്ക് പറയാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഉഹുദ് മല കണ്ടവര് കൈവന്തിക്ക്. പകുതിയെ കണ്ടുള്ളൂ. ശരി. അല്ല, ഞാൻ ഒരു ലേശ കണ്ടുള്ളൂ എന്നുള്ള എനിക്ക്. ഉഹുദ് എന്ന് പറഞ്ഞാൽ ഒറ്റ, അഹദ് എന്ന് പറഞ്ഞാൽ ഏകൻ, അല്ലേ? ഉഹുദ് എന്ന് പറഞ്ഞാൽ ഒറ്റ എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു മലയില്ല വേറെ. ഉഹുദ് മല ഇല്ല എന്നല്ല, ഉഹുദ് മല പോലെ വേറല്ല. കാരണം ഒരു 8 കിലോമീറ്റർ ദൂരം നീളത്തിൽ കിടക്കുന്ന ഒറ്റ മലയാണ്. മലനിരകൾ ധാരാളം ഉണ്ടാവും. ഒരു മല, വേറൊരു മല, അങ്ങനെയാണ് മല ഉണ്ടാവും. ഇത് ഒറ്റ മല തന്നെ 8 കിലോമീറ്റർ ദൂരത്തിൽ 2 മുതൽ 4 കിലോമീറ്റർ വരെ വീതി ഒക്കെ ഉള്ള ഒരു വമ്പൻ മലയാണ് ഉഹുദ്. മദീനയിൽ നിന്ന് ഇപ്പൊ പറയുമ്പോ മദീനയുടെ ഭാഗമാണ് ഇപ്പൊ അതൊക്കെ. മദീനയിൽ നിന്നൊരു 4-5 കിലോമീറ്റർ ആണ് അങ്ങോട്ട് ദൂരം ഉള്ളത്.
ഇന്നിപ്പോ അതെല്ലാം എന്തായിരിക്കുന്നത്, ടൗണിന്റെ ഭാഗമായി മാറി. അതിൻ്റെ ഒരു തല, യുദ്ധം നടന്ന സ്ഥലമൊക്കെ. മറ്റേ തല ആ പറഞ്ഞ പോലെ 8 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. അപ്പോ ബദർ യുദ്ധം നടന്നത് ഏത് മാസത്തിലാണ്? റമദാനിലാണ്. ദിവസം ഏതാ? എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. എന്താ കാരണം? ഉദരങ്ങളാണ്ട് കഴിച്ചിട്ട്. അതേ സമയത്ത് ഉഹുദ് എപ്പോഴാ നടന്നതെന്ന് ചോദിച്ചു നോക്കിയാല്, കാരണം അന്ന് ആരും എന്ത് ചെയ്യുന്നില്ല. ആയിക്കോട്ടെ, ആണ്ട് കഴിക്കാണ്ട് തന്നെ ഓർമ്മ ഉണ്ടാവണം എന്ന് പറയണവരാണല്ലോ നിങ്ങള്. എന്നാ നിങ്ങളൊന്ന് പറയും, എപ്പോഴേനും ഉഹുദ്? ആണ്ട് കഴിക്കാതെ തന്നെ ഓർമ്മ ഉണ്ടാവണം എന്ന് പറയുന്നവർക്ക് എന്തായാലും ഇത് ഓർമ്മിക്കേണ്ടതാണ്. കാരണം പക്ഷെ അൽഹംദുലില്ലാ അതിൽ ആണ്ടങ്ങ് പോയില്ലല്ലോ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു ഹരമുള്ളത് അല്ലേ. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. ഉഹുദ് നടന്നത് ഷവ്വാലിലാണ്. ഷവ്വാൽ മാസം, റമദാൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മാസമാണ് ഷവ്വാൽ മാസം. പക്ഷേ ബദർ കഴിഞ്ഞ അടുത്ത മാസമല്ല ഉഹുദ് ഉണ്ടാകുന്നത്, അടുത്ത വർഷമാണ്. ഒരു വർഷം. ഇപ്പൊ ഷവ്വാൽ 7 എന്നാണ് ഒരു അഭിപ്രായം. അപ്പോ ക്രിസ്തു വർഷം 625 മാർച്ച് മാസം ആണ് ഉഹുദ് യുദ്ധം നടന്നത്. അത് 23-നാണെന്നും 19-നാണെന്നൊക്കെ അഭിപ്രായം. മാർച്ച് അന്ന് ഉണ്ടില്ലേ. അപ്പൊ ഈ ക്രിസ്തു വർഷം എന്ന് പറയുന്നത് എന്തിനാ ടീച്ചറെ? അത് അന്ന് ഉണ്ടായിട്ടല്ലേ. ക്രിസ്തുവിന് ശേഷം 625 എന്ന് പറയുമ്പോ ഈ ജനുവരി ഉണ്ടായിട്ട് എത്ര കൊല്ലായി? അത്ര കൊല്ലായില്ലേ. അപ്പൊ ഏതായാലും അതാണ് അതിന്റെ ഒരു തീയതി. ഇത് എന്തിനെങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല്, ഇത് തീയതിയും ദിവസവും ഒക്കെ ഉള്ള ഒരു ചരിത്ര സംഭവമാണ്, അല്ലാതെ ആരുടെയോ ഭാവനയിൽ എഴുതി ചേർത്ത എന്തോ ഒരു സംഗതിയല്ല. ഇത് ചരിത്രത്തിൽ കഴിഞ്ഞു പോയ കൃത്യമായ തീയതിയും ദിവസവും ഒക്കെയുള്ള ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതാണ് അതിന്റെ പ്രത്യേകത. അല്ലാതെ ശവ്വാൽ മാസത്തിന് ഇനി ഉഹുദിന്റെ മാസം എന്ന് പറഞ്ഞ എന്തെങ്കിലും വേറെന്തോ ഒരു സംഗതി ഉള്ളത് കൊണ്ടല്ല. അപ്പൊ ബദർ യുദ്ധത്തിൽ ഖുറൈശികളായ മുശ്രിക്കുകളായ ആളുകൾ തോറ്റു. തോൽക്കും എന്നവർ വിചാരിച്ചതല്ല. വിചാരിക്കാതെ തോറ്റാല് അതിന്റെ ആഘാതം വർദ്ധിക്കും. അല്ല മാഷേ? ചിലര് ഞങ്ങള് തോറ്റത് സമ്മതിക്കൂല. അത് വേറെ കേസ്. അതായത് അല്ല, നമ്മുടെ കാലത്ത്, ജനാധിപത്യ കാലത്ത് നമ്മുടെ യുദ്ധം തെരഞ്ഞെടുപ്പാണ്. പണ്ട് ഇതില്ലല്ലോ. അന്നെങ്ങനെയാന്ന് വെച്ചാൽ തച്ച് തോൽപ്പിക്കൽ തന്നെയാണ്. ഒരു സംഗതിയിൽ തെറ്റിയാല് തല്ലി തോൽപ്പിക്കണം, എന്നാലാണ് അതിന് മേൽക്കൈ കിട്ടുക. ഈ യുദ്ധങ്ങൾ അങ്ങനെയാണ് ഈ പണ്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ, മക്കയിൽ ഇങ്ങനെ നിരന്തരം യുദ്ധങ്ങളായിരുന്നു ഒരുപാട് എന്നൊക്കെ പറഞ്ഞ സംഭവം എന്താന്ന് വെച്ചാല് വല്ലാത്ത ഒരു സൈനിക നീക്കം, മിസൈൽ ആക്രമണം, അങ്ങനൊന്നല്ല. നമ്മളിപ്പോ യുദ്ധം എന്ന് പറയുമ്പോ വേറൊരു സ്റ്റൈലാണ്. അതേസമയത്ത് അന്നത്തെ ഒരു
നടപ്പ് രീതി എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക കയ്യൂക്ക് കൊണ്ടാണ്. അടിച്ചിട്ട് ജയിക്കില്ല ആരാന്ന് വെച്ചാൽ അതാണ് ജയം. അങ്ങനെ വന്നതാണ്. അതെ, എന്ന് വെച്ചാൽ പഴയ കാലത്ത് അങ്ങനെയാണ്. ഇന്ത്യയിൽ ജനാധിപത്യം വരുന്നതിന് മുമ്പ് അങ്ങനെ തന്നെ. നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോ അതിനാവശ്യമായ കളരിപ്പയറ്റൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വികസിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അടിച്ചു തോൽപ്പിക്കുക, അടവുകൾ പയറ്റുക, തന്ത്രങ്ങൾ മെനയുക. പക്ഷെ അതിലും ഉണ്ട് ചില നീതിയൊക്കെ. അതാണ് യുദ്ധനീതി എന്നൊക്കെ പറയും. ഇപ്പൊ നബീനെ കൊല്ലാൻ വീട് വളഞ്ഞിട്ട് ഓല് വീട്ടിന്റെ അകത്ത് കയറിയില്ലല്ലോ. ആലോചിച്ച് നോക്കൂ, നബീനെ കൊല്ലാൻ വേണ്ടി അവര് വീട് വളഞ്ഞു നിൽക്കുകയാണ്, വീട്ടിന്റെ അകത്ത് കയറിയില്ല. ഇന്നാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വളഞ്ഞു നിൽക്കുവോ? അപ്പോ ജാഹിലിയത്തിലും എന്തുണ്ടായിരുന്നു? ചില സംഗതികളൊക്കെ ഉണ്ടായിരുന്നു, ചില മര്യാദകൾ. അതുപോലെ ദൂതന്മാരെ വധിക്കുകയില്ല. അതിപ്പോഴും അങ്ങനെ. അംബാസഡർമാര് യുദ്ധം തുടങ്ങിയ ഓലെ പിൻവലിക്കുകയാണ് ചെയ്യും. അതുകൊണ്ട് ഓലെ കൊല്ലുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത്യപൂർവമായി. പക്ഷെ അത് വമ്പിച്ച രീതിയിൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുമുണ്ട്. ദൂതന്മാരെ കൊല്ലൂല, അങ്ങനെയൊക്കെയുള്ള ചില സംഗതികളുണ്ട്. എന്തായാലും ബദർ യുദ്ധത്തെ സംബന്ധിച്ച് അവര് വലിയൊരു ഒരുക്കൊന്നും നടത്തിയിട്ടല്ല വന്നത്. കിട്ടിയ 1000 ആൾക്കാരിങ്ങ് പോകുന്നതാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഞാൻ ഈസി ആയിട്ട് ജയിക്കും ഞങ്ങൾ എന്നുള്ള ഒരു വിചാരത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഒരുങ്ങിയിട്ടൊന്നുമില്ല. അതേ സമയത്ത് ഭൗതികമായിട്ട് അത് ശരിയായിരുന്നു. അവര് വിചാരം തന്നെ ശരി, ഭൗതികമായിട്ട് നോക്കുമ്പോൾ. കാരണം ഇപ്പുറത്തുള്ളത് അംഗങ്ങൾ കുറവാണ്. ആ കുറഞ്ഞ ആൾക്കാരൻ ആരാണ്? യഹൂദിനെ കുറിച്ച് പറയുമ്പോൾ ഖുറാനിൽ ഇവിടെയും ബദർ അനുസ്മരിക്കുന്നുണ്ട് കേട്ടോ. ബദറിനെ കുറിച്ചും പറയുന്നു. അപ്പൊ അൻസാറുകളും മുഹാജിറുകളും എന്ന് പറയുമ്പോ, മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്ക വിട്ട് മദീനയിലേക്ക് പോയ ഉടനെയുള്ള ആളുകളാണ്. അവിടെ എന്തായിട്ടില്ല, ഒന്നും സെറ്റിൽ ആയിട്ടില്ല. അതിന്റെ മുമ്പേ 2ാമത്തെ വർഷമാണല്ലോ. അൻസ്വാറുകളാണെങ്കിലോ അവർ നബിയെ ആകെ എത്ര കണ്ടിട്ടുള്ളൂ? 1.5 കൊല്ലം 2 കൊല്ലം കണ്ട് കൂടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം. എന്നിട്ട് ഈ 2 കൂട്ടരും കൂടിയാണ് വരുന്നത്. 313 എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ കാവലിന് നിർത്തിയ ചിലരുണ്ടായിരുന്നു. അവരൊഴികെ ബാക്കി ആരോഗ്യമുള്ള മുഴുവൻ ആൾക്കാരും വന്നിട്ടായത് ആണ് അത്ര. പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും കൂടി 1500 ആളെ ആകെ മദീനയിൽ മുസ്ലിങ്ങളായിട്ടുള്ളൂ. അതിൽ യുദ്ധം ചെയ്യാൻ ആവതുള്ളവരും അതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ആൾക്കാർ എന്നുള്ള ആൾക്ക് 313 ആളുകൾ. ബാക്കിയുള്ള ആൾക്കാർ ഒന്നുകിൽ ആവതില്ലാത്തവരാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാവൽ ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിക്കപ്പെട്ടവരാണ്. ഇപ്പുറത്ത് ഉഹുദ് പറയാൻ ബദറാണ് ഖുർആൻ ആയത്ത് ഓതിയത്. ഉറങ്ങിപ്പോയോ? വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. ഖുർആനാണത്. ആള് നേരത്തെ വന്നല്ലോ എന്നുള്ള ഹാങ് ഓവറിൽ ഇരിക്കുകയാണ്. ഉഹുദിലേക്ക് എത്തണമെങ്കിൽ ബദർ പറയണ്ടേ? ബദർ, അതുകൊണ്ടാണ് നമ്മൾ ഓതി വെച്ച ആയത്തിൽ അള്ളാഹു ബദർ പറയുന്നത്. ബദർ പറയുമ്പോഴാണ് ഉഹുദ് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഈ 313 ആളുകളും 1000 ആളുകളും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടും പിന്നെ ആയുധബലം കുറവാണ് എന്നുള്ളത് കൊണ്ടും ഒക്കെ അവർ ഈസി ആയിട്ട് ജയിക്കാം എന്ന് വിചാരിച്ചു വന്നെങ്കിലും ഇവരുടെ ആദർശത്തിന്റെ കരുത്തുകൊണ്ട്, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ബദറിൽ ആര് വിജയിച്ചു? മുഅ്മിനീങ്ങൾ വിജയിച്ചു. നിഷേധികളായ അധർമ്മകാരികളായ ആളുകളുടെ വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരെന്തായി? കൊല്ലപ്പെട്ടു. അബൂജഹൽ ഉൾപ്പെടെ. അബൂജഹലിനായിരുന്നു വലിയ തിരക്ക്. എന്തിന്? പോയി ഇപ്പൊ തന്നെ ശരിയാക്കണം എന്നുള്ള തിരക്ക് അബൂജഹലിന്റെ. അങ്ങനെ ഉണ്ടല്ലോ ചിലർ തോറ്റുപോയത്. മെസ്സേജ്, ദ മെസ്സേജ്.
അപ്പോ യുദ്ധത്തിന് പുറപ്പെട്ടിടത്തുനിന്ന് യുദ്ധത്തിന് കാരണമായി പറഞ്ഞ സംഗതി ഫേക്ക് ന്യൂസ് ആണെന്ന് മനസ്സിലായപ്പോ തിരിഞ്ഞു പോവാന്ന് പറഞ്ഞതായിരുന്നു. അപ്പൊ അബൂജഹല പറഞ്ഞത് അതല്ല, ഇന്ന് തന്നെ ശരിയാക്കണം. ആ അബൂജഹലിന്റെ ആദ്യം എന്തായി? കൊല്ലപ്പെട്ടു. അപ്പൊ ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബക്കാരായ ആൾക്കാർക്ക് ഇത് സഹിക്കൂലല്ലോ. നാട്ടുകാർക്കും സഹിക്കൂല, കുടുംബക്കാർക്കും സഹിക്കൂല. ഇവര് മക്കയിലേക്ക് തിരിച്ചു പോയിട്ട് വിശ്രമിക്കുകയല്ല ചെയ്തത്, ഓല അത് വിശകലനം ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, തോൽക്കാൻ പറ്റൂല, ജയിക്കണം എന്നുള്ളിടത്ത് തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനം എടുത്തിട്ട് അവർ ഒരുങ്ങാൻ തുടങ്ങി. അന്ന് മുതൽ, ബദറിന്റെ പിറ്റേന്ന് മുതൽ അവർ ഒരുങ്ങുകയാണ്. ആ ഒരുക്കത്തില് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാല് അവരുടെ വരുമാനത്തിലെ മുഖ്യമായ ഓഹരി യുദ്ധ ഫണ്ടിലേക്ക് നിക്ഷേപിക്കാൻ തുടങ്ങി. യുദ്ധത്തിന് പൈസ വേണം, അന്നും വേണം ഇന്നും വേണം. അങ്ങനെ പണം നിക്ഷേപിക്കാൻ തുടങ്ങി. നേർച്ചകളൊക്കെ ഉണ്ടായി. മനസ്സിലായോ? അന്ന് നേർച്ച നേർന്നിട്ടും ചില സൂക്കേടൊക്കെ മാറിയിട്ടുണ്ടാവും. അങ്ങനെ മാറും ചില സൂക്കേട്. പണ്ടൊക്കെ ഈ കോഴിമുട്ടൊക്കെ കൊടുത്തേക്കും. പള്ളിയിൽ ചിലപ്പോൾ എത്തൂല, അത് ഓംലേറ്റ് അടിച്ചു പോയിണ്ടാവും ഈ വാങ്ങി കൊണ്ടുപോയ ചങ്ങായി. അങ്ങനെ ഓംലേറ്റ് അടിച്ച ആള് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ തറവാട്ടിൽ നിന്നും ഇങ്ങനെ കോഴിമുട്ട തന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് അന്ന് ഇങ്ങനെ കോഴിമുട്ടൊന്നും അങ്ങനെ ധാരാളമായിട്ട് കിട്ടൂല. ഇന്നിപ്പോ സംഗതി 8 ഉറുപ്പ്യ ഉണ്ടെങ്കിലും വേണ്ടിയത്ര കിട്ടുമല്ലോ. പക്ഷെ അന്ന് ഒരു കോഴിമുട്ട ഇട്ടെന്നൊക്കെ പറഞ്ഞ സംഭവമാണ്. അപ്പൊ അത് ഞാനിങ്ങനെ ഓംലേറ്റ് അടിച്ച് തിന്നതാണ്. പക്ഷെ തന്ന് ഏൽപ്പിച്ച ആള് പറയും, മോനെ ഈ അന്ന് കൊടുത്തു മുതലിന്റെ ഒരു വേദന മാറിയത്, അതുകൊണ്ട് ഇത് ഇഞ്ഞും കൊടുക്കുക, ഇഞ്ഞും തന്നാളി ഞാൻ വാങ്ങലുണ്ട്. അപ്പൊ ഈ ഒരു വേദന എങ്ങനെ മാറുന്നതെന്ന് വെച്ചാൽ അതിനൊരു രീതിയാണത്. ഇബ്രാഹിം നബിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉള്ള തീയില്ലേ, തീക്കുണ്ഠം, അതിലേക്ക് വെറുതെ നേർച്ചാക്കിയിരുന്നു എന്നാണ് അന്നത്തെ വിശ്വാസം. അപ്പൊ പലതും ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞ നേർച്ചകൾ. അല്ലെ ഖബറിൽ ശിക്ഷിക്കപ്പെടരുതേ പഠിച്ചോലെ, അതിന് ഞാനൊരു കൈക്കോട്ട് കൊടുക്കാം എന്നല്ലല്ലോ വിചാരിക്കും. കൈക്കോട്ടയുടെ കൊടുക്കല് പറമ്പിൽ പള്ളിക്ക് കൈക്കോട്ടാണ്. അപ്പോ നമ്മളെ കോട്ടയക്കാരെ പീടികയില് പിന്നെ അന്ന് ചില കൈക്കോട്ട് ഉണ്ടാവുമായിരുന്നു, മണ്ണിൽ കൊത്താൻ ഭാഗ്യം കിട്ടാത്ത കൈക്കോട്ടുകൾ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയിച്ച് അവിടെ ഇങ്ങനെ കൊടുക്കും ആൾക്കാർ. അവിടെ നിന്ന് അത്രത്തോനെ കൈക്കോട്ട് അതൊരു റാളിയിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് അവസാനം അത് ഇവിടെ തന്നെ കൊടുക്കും. പിന്നെ ഇവിടുന്ന് ഓരോരുത്തർ വാങ്ങി അവിടെ കൊടുക്കും, അവിടുന്ന് പിന്നെയും കൊടുക്കും. എന്ന് വെച്ചാൽ ഈ കൈക്കോട്ടിന് മണ്ണിൽ കൊത്താനുള്ള ഭാഗ്യമില്ല. അതെങ്ങനെ പോവാ വരിക എന്നാണ്. മെഡിക്കൽ കോളേജിലെ ഓർത്തോ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചില കമ്പികൾ അങ്ങനെ ഉണ്ട്. കാലിന് കമ്പി ഇടാൻ വേണ്ടിയിട്ട് ഇവർ പോയി വാങ്ങിക്കൊണ്ടിരും. എന്നിട്ട് അതിവിടെ കൊടുക്കും. എന്നിട്ട് തിയേറ്ററിൽ മറ്റവന്റെ കാലിൽ ഊരിയ കമ്പി ഇവന്റെ കാലിന് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ കമ്പി പിന്നെയും മെഡിക്കൽ ഷോപ്പിലെത്തും. ഇതിങ്ങനെ പോകും. ഇത് ഞാന് ഒരു സംഭവത്തെ ആസ്വദിച്ച് പറഞ്ഞാണ്. ഇന്ന് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആരോഗ്യവകുപ്പ് എനിക്കെതിരെ കേസ് എടുക്കരുത്. അന്ന് കത്തറി വെച്ച് മറന്നു പോക്കെ ചെയ്യലുള്ളൂ. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ദുനിയാവിൽ നടക്കുമല്ലോ. ഇപ്പൊ നേർച്ച നേർന്നിരുന്നു, ഓഫറുകൾ ചെയ്തിരുന്നു. എന്തിന്? നബിയെയും കൂട്ടരെയും തോൽപ്പിക്കാനുള്ള യുദ്ധ ഫണ്ടിലേക്ക്. അങ്ങനെ 3000 ആളുകളല്ല 3000 പരിശീലനം സിദ്ധിച്ച ആളുകളാണ് മദീനയെ തകർക്കാൻ വേണ്ടി കൃത്യം ഒരു കൊല്ലം, അതായത് ഹിജറ 2-ാം വർഷം റമദാൻ 17 ബദർ കഴിഞ്ഞിട്ട് ഹിജറ 3-ാം വർഷം ശവ്വാൽ 7 അവരെത്തി. അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് മക്കത്തുണ്ട്, എന്തോ ആവശ്യത്തിന് പോയതാ. അപ്പൊ ഈ വിവരം ഇവരിങ്ങനെ ഒരുങ്ങുന്നതും പോകണമൊക്കെ അറിഞ്ഞപ്പോ അദ്ദേഹം മദീനയിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. വാട്സപ്പ് ഒന്നുമില്ല, എങ്ങനെ അയച്ചതെന്നുള്ളത് അന്നത്തെ ഒരു രീതി ഉണ്ട്. അതിനൊക്കെ
എനിക്കിങ്ങനെ തോന്നല്ല, എന്നാ ഓൽക്ക് തന്നെ പോയി പറഞ്ഞാൽ പോരെ ഇത്. കാരണം വേറെ ആളെ പറഞ്ഞേക്കാണെങ്കിൽ ഓൽക്ക് വേറെ പണിയുണ്ടാവും. അതാണ് അതിന്റെ കാര്യം. അപ്പൊ ഒരു മെസ്സഞ്ചർ പോയി ഇങ്ങനെ വിവരമൊക്കെ പറഞ്ഞു. അപ്പൊ ആ വിവരം അവിടെ കിട്ടി സ്വകാര്യമായി, അങ്ങനെ സംഭവമുണ്ട്. അപ്പൊ ഏകദേശം ഇതിന്റെ ഒരു പിന്നെ കനം എത്രയാണ്, ഒരു ടീമിന്റെ ഇതൊക്കെ അങ്ങനെയാണ് പറയാം. ആ വിവരമൊക്കെ അറിയും. വിവരങ്ങൾ, ഈ കമ്മ്യൂണിക്കേഷൻസ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഉപകരണങ്ങളൊന്നില്ലെങ്കിലും വിവര കൈമാറ്റം നടന്നിട്ടുണ്ട്, അന്നത്തേതായ ഒരു രീതിയിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഈ അക്കങ്ങളും ഇതൊക്കെ നമ്മൾക്കുള്ളതിനേക്കാൾ വലിയ ഓർമ്മയും അവർക്ക് ഉണ്ട്. അറബികൾക്ക് പ്രത്യേകിച്ച് ഓർമ്മശക്തി കൂടുതലുണ്ട്. പിന്നെ പഴയ കാലത്ത് എന്തായാലും ഉണ്ട്. നമുക്കൊക്കെ ഒരുപാട് ഫോൺ നമ്പർ കാണാതെ അറിയായിരുന്നു, ഇന്നൊറ്റ ഫോൺ നമ്പർ അറിയില്ല. അതിൻ്റെ ഒരു കാര്യം, നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. മണ്ണിലും കല്ലിലും ഒക്കെ ചവിട്ടി നടക്കാൻ നമുക്ക് കഴിയായിരുന്നു, ഇപ്പൊ മുറ്റത്തിറങ്ങാൻ കഴിയില്ല. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള സംവിധാനം വന്നപ്പോൾ മറ്റേത് വിട്ടുപോയി. അപ്പോ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അറിയിച്ചു. ഇപ്പം മദീനയിൽ ഒരു ചർച്ച, ആ ചർച്ചയെക്കുറിച്ച് വ്യത്യസ്തമായ രേഖപ്പെടുത്തലുകൾ കാണുന്നുണ്ട്. ചർച്ച എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെ മദീനയിലേക്ക് വരുന്നുണ്ട്, നമ്മൾ ഇവിടെ നിന്നാ മതിയോ, നമ്മൾ അങ്ങോട്ട് പോകണോ? അങ്ങോട്ട് പോകാൻ തന്നെ മക്ക വരെ പോകാനല്ല, മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ പുറത്തു വെച്ച് അവർ കൈകാര്യം ചെയ്യണോ വേണ്ടേ? അപ്പൊ ആ ചർച്ചയെക്കുറിച്ച് വ്യത്യസ്ത സംഗതികളുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും അവിടെ നിൽക്കാന്നായിരുന്നു അഭിപ്രായം. അതേപോലെ തന്നെ നല്ല പരിചയസമ്പന്നരായ മുതിർന്ന സ്വഹാബികൾക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. നിങ്ങൾ റളിയല്ലാഹു പറയണ്ട, അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സുലൂലിനും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. കേട്ടാ റളിയല്ലാഹു പറയാൻ തോന്നുന്ന പേരാണ്, പക്ഷെ മുനാഫിക്കിന്റെ നേതാവാണ്. അപ്പൊ അയാൾക്കും ഒരു അഭിപ്രായമുള്ള എന്താന്ന് വെച്ചാൽ അവിടെ തന്നെ നിൽക്കാന്നായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് വേറെ അഭിപ്രായം, ഈ ചർച്ച നബി എടുത്തിട്ടത് തന്നെ ആളുകളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ അഭിപ്രായം അറിയുന്നതിലൂടെ റസൂല് വേറെ ചില ഉദ്ദേശം ഉണ്ടായിരുന്നു, ആളുകളെ മനസ്സിലാക്കാനും ശ്രമിക്കും, അങ്ങനെയും പറയുന്നുണ്ട്. ഇനി അതല്ല, എനിക്ക് തന്നെ അങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന് പറയണം. എന്തായാലും ആ ചർച്ച നടന്നു. ബദറിലൊന്നും പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത പുതിയ ആൾക്കാരുണ്ട്. അവര് പക്ഷെ പറഞ്ഞു, നമ്മളിങ്ങനെ ഇവിടെ നിന്നാ പറ്റൂല, നമുക്ക് അങ്ങോട്ട് പോണം. അവരിങ്ങനെ നമ്മൾ ആക്രമിക്കുന്നത് നിന്നുകൊടുക്കുക ശരിയല്ലല്ലോ, അങ്ങോട്ട് പോകണം. പിന്നെ മാത്രമല്ല, അവര് മദീനയിലേക്ക് ഇരച്ചു കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ പല സംഭവങ്ങളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ അവർ അഭിപ്രായപ്പെട്ടു. റസൂൽ അതിനോട് സമ്മതിച്ചു എന്നാണ്. അങ്ങനെ ഏതാണ്ട് 1000 ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉഹുദിലേക്ക് പോകാൻ ഉള്ളത്. ഉഹുദ് ഞാൻ പറഞ്ഞു 4-5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ 1000 ആൾക്കാർ ഉള്ള ആയുധങ്ങളും സംഗതികളും ഒക്കെ ആയിട്ട് ഒരുങ്ങി തയ്യാറായി പോവാണ്. അങ്ങനെ പോകുമ്പോ കുറച്ച് അങ്ങോട്ട് മുന്നോട്ടെത്തിയപ്പോ വേറെ കുറച്ച് ടീമുണ്ട് ഇങ്ങനെ വരുന്നു. അതാരപ്പത്? നിങ്ങളാരാ? നമ്മളും യുദ്ധത്തിന് നമ്മളുണ്ട്. നിങ്ങളാരാ? അപ്പോ യഹൂദികളാണ്, ഞങ്ങളും വരാം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് വേഗം തിരിയല്ലോ, എന്തായിരിക്കും പരിപാടി. റസൂൽ പറഞ്ഞു, നിങ്ങൾ വേണ്ട, അങ്ങനെ എല്ലാരെയും മുന്നണിയിൽ എടുക്കൂല, നമ്മൾ വരണ്ട. നിഷേധികളോടുള്ള യുദ്ധം, അതിന് നിഷേധികൾ വേണ്ട, നിങ്ങൾ വരണ്ട. ഓല് പോയി. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ആദ്യമേ പറയുന്നുണ്ട്, ഈ കുട്ടികളെ വർത്താനം കേട്ടിട്ട് മുഹമ്മദ് നമ്മളെ കൊലക്ക് കൊടുക്കാൻ കൊണ്ടുപോവാണ്. നമ്മളെപ്പോലുള്ള മുതിർന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ട് ഇവര് പറഞ്ഞ് അത് ആദ്യം പറയുന്നത്. അപ്പൊ ഇവരെ പറഞ്ഞയച്ചോട് കൂടിയിട്ട് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് കൂടുതൽ പറയാൻ തുടങ്ങി. ശരി, ഒരു കൂട്ടർ സഹായിക്കാൻ വരാൻ നമ്മൾ നോക്കുമ്പോ അതും വേണ്ടെന്നാണ്, അപ്പൊ നമ്മളെ കൊല്ലാൻ തന്നെ കൊണ്ടുപോകണം എന്ന്. അങ്ങനൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രം ഉത്തരവാദിത്തമാണ്, എൻ്റെ ഉത്തരവാദിത്തമല്ല. അപ്പോ എന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് എന്ത് ചെയ്തു പറയോ, പൈതി വയ്ക്കുന്ന
അങ്ങ് പോയി, പിന്തിരിഞ്ഞു പോയി. ഇങ്ങനെ കൊലക്ക് കൊടുക്കാൻ നിന്ന് തരാൻ നമ്മളെ കിട്ടൂല എന്നും പറഞ്ഞിട്ട് കൂടെ 300 ആള് പോയി. 300 ആള് കൂടെ പോയി. കഴിച്ചു ബാക്കി എത്ര ആളുണ്ട്? 700 ആളാണ്. ശരിക്ക് ബദറിൽ 313 ആളെ ഉള്ളായിരുന്നു എന്ന കണക്കിൽ ഉഹുദിൽ ആള് കൂടുതലുണ്ട്. പക്ഷെ ബദറിൽ എതിർഭാഗത്ത് 1000 ആളെ ഉള്ളായിരുന്നു, ഇവിടെ 3000 ആളുണ്ട്. 1000 ആൾക്ക് 313 ആളായിരുന്നു, ഇവിടെ 3000 ആൾക്ക് 700 ആൾ. 1000 1300 പോയി 700 ആൾ. ആഭ്യന്തര വിപണിയിൽ കൂടുമ്പോൾ ആഗോള വിപണിയിൽ എന്തൊരു കണക്കില്ല എന്ന് പറഞ്ഞാൽ ഈ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കുറവാണ് ആളുകൾ. കാരണം ആനുപാതികമായിട്ടാണല്ലോ നോക്കുക, ശതമാനത്തിൽ കുറവാണ്. അപ്പോൾ ചിലർ പറഞ്ഞു, അതാണ് നിങ്ങൾ പറഞ്ഞയച്ചത്, ഔസ് ഖസ്റജ് ഗോത്രത്തിലെ ചില ആൾക്കാർ പറഞ്ഞു, ഇതിപ്പോ നമ്മൾ പോയാല് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും കേട്ടോ. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യും പോയി, നമ്മൾ അല്ലെങ്കിൽ തന്നെ കുറച്ച് ആൾക്കാരാണ്, ഇതിപ്പോ സംഗതി ബുദ്ധിമുട്ടാവുമല്ലോ, തോറ്റു പോകൂലേ എന്നൊക്കെ പറഞ്ഞ് പേടി കുടുങ്ങിയവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധത്തിന് ഒരുങ്ങി മുന്നോട്ട് പോയിട്ട് തിരിച്ചുപോക്കില്ല. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാ, മുന്നോട്ട് പോവുക. ഇതാണ്. മറ്റേതൊക്കെ എന്താന്ന് വെച്ചാല് ഒരു ദുർബലതയാണ്. നിങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ കണ്ടിട്ട് അതിനിറങ്ങി, ആ വാക്കല്ല ഞാൻ പറയണേ, ആശയാണ്. അപ്പൊ ഓലുണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ, അല്ല ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പൊ അവിടെ മുന്നോട്ട് തന്നെ പോവാ, ധീരതയോടെ മുന്നോട്ട് പോവാ എന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയി. പിറകു വശത്ത് ഉഹുദ് മല വരുന്നത് പോലെ പറഞ്ഞാൽ അണക്കാണ്, മല വരുന്നില്ല, പക്ഷെ ആ ലെവലില് നബിയും സഹാബത്തും അണിഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് നോക്കിയപ്പോ ഖുറൈശികൾ ഇപ്പൊ ഇങ്ങനെ ആയാലും വരുമല്ലോ, യുദ്ധത്തിന് വരുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു വഴിയുണ്ട്, ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇപ്പുറത്ത് ചെറിയൊരു വഴി വേറെയുണ്ട്. അപ്പൊ അതിന് നടുക്കാണ് മലയുള്ളത്. ഉഹുദ് മല അല്ല, ഉഹുദ് മല പുറകിലാണ്, മുമ്പിലുള്ള മല. ആ മലയുടെ പേരെന്താണ്? ആ മലയുടെ പേരെന്താണ്? ജബൽ ഐൻ എന്നാണ്. ഇന്ന് പറഞ്ഞില്ല കുഴപ്പമില്ല, പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ പറയണം. ജബൽ ഐൻ എന്നാണ്. ഐൻ എന്ന് പറഞ്ഞാൽ അരുവി. അവിടെ ചെറിയ നീരൊഴുക്കും സംഗതിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും. ഇന്നും നമ്മളവിടെ കാണുമ്പോൾ അതിലെന്തോ ഒരു ചാലുള്ള പോലെ തോന്നും, വെള്ളമൊഴുക്കുള്ള പോലെ തോന്നും. ഇപ്പൊ ജബൽ ഐൻ എന്ന് പറയുന്ന ഒരു മലയുണ്ട് അവിടെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തം വീക്ഷിച്ചിട്ട് എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു 50 ആളെ വിളിച്ചു. ആകെ എത്ര ആളല്ല? 700. അതിൽ 50 ആളെ വിളിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു അമ്പെയ്ത്ത് സംഘം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മലന്റെ മുകളിൽ നിൽക്കണം, ജബൽ ഐന്റെ മുകളിലാണ് നിൽക്കാൻ പറഞ്ഞത്. പറഞ്ഞത് ഞങ്ങൾ ജയിച്ചാലും തോറ്റാലും നിങ്ങൾ അവിടുന്ന് അനുമതി. അപ്പൊ അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ഈ വഴി ശത്രുക്കൾ വരുന്നത് തടയലാണ് നിങ്ങളുടെ ഡ്യൂട്ടി, അത് നിങ്ങൾ സമ്മതിക്കരുത്. പിന്നെ ഇപ്പുറത്തുള്ളവരെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. അങ്ങനെ ഇനി അഥവാ അവർ ഞങ്ങളെ കീഴ്പ്പെടുത്തി എല്ലാവരെയും കൊന്ന് കഴുകന്മാർ ഈ മയ്യത്ത് കൊത്തി വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇറങ്ങി നിങ്ങൾ അടുത്ത് നിൽക്കണം. ശരി, സ്റ്റാർട്ട്. യുദ്ധം തുടങ്ങി. അബൂ സുഫിയാനുണ്ട്, ഖാലിദ് ബിൻ വലീദ് ഉണ്ട്, അവരെ കൂട്ടത്തിൽ പ്രമുഖന്മാരായിട്ടുള്ള ആൾക്കാർ അല്ല, മക്ക ഖുറൈശികളുടെ കൂട്ടത്തിൽ. തിരിച്ച് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നബി തന്നെ ഉണ്ട്, പിന്നീട് ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്,
അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ യുദ്ധത്തെ നയിക്കാൻ വേണ്ടിയിട്ടുണ്ട്. റസൂൽ വളരെ കൃത്യമായിട്ട് ഒരു ഭാഗത്തൊരാൾ ഇങ്ങനെയൊക്കെ സെറ്റാക്കി നിർത്തും. ഇന്നത്തെ പോലെ മിസൈൽ അയക്കലല്ലോ, റെഡിയിൽ നിർത്തിയിട്ടാണ് തുടങ്ങുക. അങ്ങനെ യുദ്ധം തുടങ്ങി. നിങ്ങൾ നോക്കണം, 3000 ആളുകളും 700 ആൾക്കാർ. അപാരമായ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആദ്യഘട്ടത്തിൽ വിജയമുണ്ടാകുന്നത്. കാരണം ഈ 700-50 ആൾ മലന്റെ ഉള്ളത് കഴിച്ചു ബാക്കി 650 ആൾക്കാരെ കൊണ്ട് വേണം ഈ സംഗതികളൊക്കെ നടത്താൻ. അപ്പൊ അത് വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട്, ഉറച്ച മനസ്സോട് കൂടിയിട്ട് അങ്ങനെ നേരിട്ടപ്പോൾ ഖുറൈശികൾ പിന്തിരിഞ്ഞോടി. ഭയങ്കരമായ ഒരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഖുറൈശികൾ പിന്തിരിഞ്ഞോടി. ഇപ്പൊ വലിയ വലിയ ടീംസ് ആയതുകൊണ്ട് ജയിച്ചോളണമെന്നൊന്നുമില്ല. ഒരു പിന്തിരിഞ്ഞു. തന്ത്രങ്ങളാണ് യുദ്ധത്തിൽ ഏറ്റവും പ്രധാനം. പിന്തിരിഞ്ഞോടി. പക്ഷെ ആ കൂട്ടത്തില് ഒരു നേതാവായിരുന്ന ഖാലിദ്, അദ്ദേഹം വലിയ യുദ്ധതന്ത്രജ്ഞനാണ്. അദ്ദേഹം ഓടിയെങ്കിലും അങ്ങ് ഓടിപ്പോയില്ല, അപ്പുറത്ത് ലേശം മാറി നിന്നു. കാരണം ഖാലിദ് മൊത്തം വീക്ഷിച്ചപ്പോ അതിൻ്റെ ഒരു കിടപ്പ് മനസ്സിലായിട്ടുണ്ട്. ഈ ജബൽ ഐൻ്റെ മുകളിലുള്ള ആളുകൾ ആണ് പ്രശ്നം. അവരവിടെ നിന്ന് ഇറങ്ങിക്കിട്ടിയാൽ നമുക്ക് അടിക്കാം എന്നുണ്ട്. പക്ഷെ അവരിറങ്ങൂലല്ലോ. പക്ഷെ ഖാലിദ് പ്രതീക്ഷ വിടാതെ ദൂരെ പോയി കുതിരപ്പുറത്ത് തിരിഞ്ഞിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ കൂടെയുള്ള കുതിരപ്പടയാളികളോട് പറഞ്ഞു, നിങ്ങൾ പോവല്ല ഇവിടെ. അവർ നിന്നു. അങ്ങനെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഖുറൈശികൾ പോയല്ലോ. അവര് പോയി. അപ്പൊ യുദ്ധം നമ്മൾ ജയിച്ചു എന്ന നിലക്കാണ്. പോസ്റ്റൽ വോട്ടിന് എണ്ണം ബാക്കി കിടക്കുകയാണ്. അതിനെ പറ്റി ബോധമല്ല. അതിൽ കൃത്രിമം കാട്ടൂ എന്ന് മനസ്സിലാക്കി ആടെ തന്നെ നിൽക്കണ്ടേ. ആടെ തന്നെ നിൽക്കാതെ ഇതുപോലെ ആഹ്ലാദ പ്രകടനം നടത്താൻ തുടങ്ങി. ആഹ്ലാദ പ്രകടനം തുടങ്ങുമ്പോഴത് മറ്റാള് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരൊന്ന് ഇറങ്ങി കിട്ടിയിട്ട് വേണം മറ്റേതെന്നുള്ള ആൾക്ക് കൃത്രിമത്തെ കാണിക്കാൻ നിൽക്കുന്നത്. അപ്പോ ഈ മലന്റെ മുകളില് ഒരു സംഭവം. ഒരു പറഞ്ഞു, ഇനി നമ്മൾ പോവാ. അപ്പൊ നേതാവ് പറഞ്ഞു, അങ്ങനെ പോകാൻ പറ്റൂല, നബി പറഞ്ഞിട്ടുണ്ട്, വിവരം കിട്ടാതെ പോരെഴുതു. നിങ്ങൾ എന്തായി പറയും? അതൊക്കെ തോറ്റാലുള്ള കഥല്ലേ. ഇപ്പൊ നമ്മൾ ജയിച്ചില്ലേ? അല്ല, അങ്ങനല്ല. നമ്മൾ ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ നബിന്റെ അടുത്തും വിവരം കിട്ടണം. അങ്ങനല്ല, നിങ്ങളെന്തായി പറയുന്നത്? നമ്മൾ പറയില്ലേ, നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നായിക്കോ. ഇതൊക്കെ മാറി, കഥ മാറിയിരിക്കുന്നത്. നിങ്ങളിപ്പോ എവിടെ ഉള്ളത്? അതുകൊണ്ട് നമുക്ക് പോയേ തീരും. ആവുന്നത് പറഞ്ഞു നോക്കി. നിങ്ങൾ പോയരുതേ, അനുസരണക്കേടാണ്, നിങ്ങൾ ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട് അവര് പോയി. ഇതാര് കണ്ടു? ഖാലിദ് കണ്ടു. റെഡി, സ്റ്റാർട്ട്. ഓരോറ്റ പോക്കാണ്. ഈ പോണ പോക്കിൽ ഉറക്കെ ഒച്ചുണ്ടാക്കിയിട്ട് മക്കാരെ പോകല്ല, തിരിച്ചു പോവാന്ന് പറഞ്ഞു. അപ്പൊ പിന്തിരിഞ്ഞോടി പോണ ആൾക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ എന്താ കണ്ടതെന്ന് വെച്ചാൽ ഖാലിദും സൈന്യവും മുന്നോട്ട് പോകുന്നു, തിരിച്ചു വിളിക്കുന്നു. അവര് പിന്തിരിഞ്ഞിടത്തുനിന്നും വണ്ടി ഇങ്ങോട്ട് തന്നെ തിരിച്ചു. ഇതൊന്നും അറിയുന്നില്ല. ഇവിടെ വരെന്ത് ചെയ്യാണ്? മറ്റൊരു ടച്ച് പോയ സാധനമൊക്കെ പൊറുക്കി കൂട്ടി ഇതൊക്കെ ചെയ്യുന്നൊരു പണിയില്ല. അങ്ങനെ ഈ ജബൽ ഐന്റെ അപ്പുറത്തൂടെ, ഈ ജബൽ ഐന്റെ മുകളില് ഈ അമ്പെയ്ത്തുകാരെ നിർത്തിയത് മുതലാണ് അതിന് ജബൽ റുമാത്ത് എന്ന് പേര് വന്നു. ജബൽ റുമാത്ത്, അമ്പെയ്ത്തുകാരെ നിർത്തിയ മല ജബൽ റുമാത്ത്. റമാ എന്ന് പറഞ്ഞ എറിഞ്ഞു. ജബൽ റുമാത്ത്, എറിയുന്ന ആൾക്കാരെ നിർത്തിയ മല. ആ മലന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയാമല്ലോ? ഞാൻ ഇപ്രാവശ്യം ഹജ്ജിന് പോയ സമയത്ത്, ഇപ്രാവശ്യം ഹജ്ജിന് പോയപ്പോ, കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് പോയപ്പോ ആ ടൈപ്പ് പറയല്ലോ കേട്ടോ. ജബൽ റുമാത്തിന് മുകളിൽ കയറാൻ പാടില്ല. അവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. ആദ്യം ആൾക്കാർ അതിന്റെ മുകളിൽ കയറിയിരുന്നു. കയറിയിട്ട് പുണ്യം കിട്ടിയിട്ടല്ല,
അല്ലാതെ നമ്മക്കെല്ലാം അറിയോ, പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടായി കയറുന്നത്. എന്നിട്ട് അവിടുത്തെ മണ്ണ് വാരി കൊണ്ടുപോകും. ഒരാൾ ഒരു പിടി മണ്ണ് വാരിയാൽ എത്ര ലക്ഷം പിടി മണ്ണ് പോയി. അങ്ങനെ ആ മല ചെറുതായിരിക്കും. ആ മല ചെറുതാണിപ്പോൾ. ഇങ്ങനെ കയറിക്കാൻ പറ്റുന്നൊരു മലയൊന്നല്ല. കാരണം JCB ഒന്നും വേണ്ടല്ലോ, ഒരു പിടി പോരെ. അങ്ങനെ ഇപ്പൊ അവിടെ ഇപ്രാവശ്യം പോയപ്പോ കണ്ടെന്താന്ന് വെച്ചാൽ അവിടെ മേലെ കയറരുത് എന്ന് പറഞ്ഞിട്ട് വേലിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് പിന്നെ അത് ഇനിയിപ്പോ വേറെ എന്തോന്ന് സെറ്റാക്കി ഉറപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും അനുവദിക്കും. അപ്പോ അതിലൂടെ സൈന്യം വന്നു, ഇപ്പുറത്തൂടെ പിന്തിരിഞ്ഞോടിയവർ തിരിച്ചും വന്നു. മുസ്ലിങ്ങൾ നടുക്ക് കുടുങ്ങിപ്പോയി, ആകെ അങ്ങോട്ട് പെട്ടു. 70 ആളുകൾ ഷഹീദായി. 70 ആളുകൾ. അതിൽപ്പെട്ട ഒരാളാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി വഹ്ശിനെ പ്രത്യേകമായിട്ട് ഹിന്ദ് ചുമതലപ്പെടുത്തിയതാണ്. ഹിന്ദ് എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാന്റെ ഭാര്യയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെയുള്ള ഒരു അടിമയായിരുന്നു വഹ്ശും. ബിലാൽ വഹ്ശിനോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനി ഇസ്ലാം സ്വീകരിച്ചോ, ഇനി സ്വതന്ത്രനാവും. അന്ന് മൂപ്പര് കേട്ടില്ല. അതേ സമയത്ത് നിന്നെ സ്വതന്ത്രനാക്കാം, സമ്മാനവും തരാന്ന് ഹിന്ദു പറഞ്ഞപ്പോ അതിന് റെഡിയായി. ഒരു കൊല്ലം ഈ ചാട്ടുളി പ്രയോഗം നടത്തി പരിശീലിച്ചു വഹ്ശി. എന്തിനാന്ന് വെച്ചാൽ ഹംസയെ വധിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ഒരു കൊല്ലം ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട്, അത് എൻ്റെ ഒരു കൂടുള്ള ഒരു സാധനമാണ്. ശരിക്കും ഈ ഓഫറാണ് കാര്യം. ഒരു കൊല്ലം ഒരു മനുഷ്യന് മാത്രം. അപ്പോ ഹിന്ദു വഹ്ശനോട് പറയണ്ട, ഇജ്ജ് വേറൊന്നും നോക്കണ്ട, ആരെയും നോക്കണ്ട, എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, ഹംസ. അങ്ങനെ ഇദ്ദേഹം യുദ്ധത്തില് പിന്നെ വേറൊന്നും നോക്കില്ല, അവനാര് പെട്ടുള്ളൂന്നുണ്ടോന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ, വേറെ ആരെയും ഒന്നും ചെയ്യാൻ പോണില്ല. അങ്ങനെ ചതിപ്രയോഗത്തിലൂടെ ചാട്ടുളി എറിഞ്ഞ് ഹംസയെ വധിച്ചു. ആ സംഭവമാണ്. അങ്ങനെ യുദ്ധത്തില് ഏതാണ്ട് പേര് ജയിച്ച പോലെ. ആര്? മുശ്രിക്കുകൾ. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ആദ്യമായി വന്ന ഇസ്ലാമിക പ്രബോധകനാണ്. റസൂൽ പറഞ്ഞയച്ചിട്ട് അദ്ദേഹം കൊല്ലപ്പെട്ടു. അങ്ങനെ കുറെ ആളുകൾ കൊല്ലപ്പെട്ടു. 70 ആളുകൾ അവിടെ വെച്ച് ഷഹീദ്. അപ്പൊ ഈ ഹംസ റളിയല്ലാഹു അൻഹുവിനെയാണ് പിന്നീട് വഹ്ശ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ അറുക്ക മാത്രല്ല, തോലക്കുരിഞ്ഞിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ മാതിരി മൊത്തത്തിൽ നെഞ്ചു പിളർത്തി കരളെടുത്ത് പുറത്തു കൊടുത്തു. അപ്പോഴേക്ക് ഹിന്ദു ഇങ്ങനെ വരുന്നുണ്ട്. ഹിന്ദു നമ്മൾ വിചാരിച്ചമായിട്ടുള്ള ആളല്ല കേട്ടോ. അങ്ങനെ കരളെടുത്ത് ചവച്ച് തുപ്പി അവിടെ നൃത്തം വെച്ചു. പിന്നീട് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മൊത്തം ഷഹീദായ ആളുകൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ പോകുമ്പോ എവിടെ ഹംസ എന്ന് ചോദിക്കുന്നു. അപ്പൊ കാണിച്ചു കൊടുക്കുമ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ, ബോഡി മൊത്തം കഷ്ണം മുറിച്ച് ഹിന്ദ് എന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ ചെവി അറുത്തിട്ട് അതാവുദ്ദീൻ ഹംസ ഇങ്ങനെ ഓരോന്നും അങ്ങനെ ചെയ്യരുത്. റസൂൽ അവിടെ മുട്ടുകുത്തി കരഞ്ഞ് എന്നാണ്. റസൂലാണ് ഇതൊക്കെ, ഒരു നഷ്ടമല്ലാന്നും സ്വർഗമുണ്ടെന്നൊക്കെ പഠിപ്പിക്കുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് അങ്ങനെ ഉണ്ടല്ലോ, മനുഷ്യൻ എന്ന് പറയുന്നൊരു സംഗതി ഇവിടെ ഉണ്ടല്ലോ. അപ്പോ അതിൽ കരയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ രംഗം വല്ലാത്തൊരു രംഗമായിരുന്നു. അങ്ങനെ വലിയ തകർച്ച നേരിട്ടു. നബിക്ക് തന്നെയും പരിക്ക് പറ്റി, പല്ലുപോയി, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോ അവരൊരുക്കിയ ഒരു കള്ളക്കുഴി ഉണ്ടായിരുന്നു. കുഴി കള്ളത്തരം ചെയ്തിട്ടല്ല, കുഴീന്റെ മേലെ ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടല്ലോ, അതിൽ ചാടിപ്പോയി. എന്നിട്ട് റസൂലുള്ളാഹിക്ക് ബോധം നഷ്ടപ്പെട്ടു പോയി, പല്ല് തെറിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ നബി ഒറ്റപ്പെട്ടു പോയി, ആരുമില്ല കൂടെ. അപ്പൊ നബിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒറ്റ ആളുള്ളായിരുന്നു. ആരേനും? ഉമ്മു അമ്മാറ എന്ന വെളിപ്പേരുള്ള നുസൈബ എന്ന് പറയുന്ന സ്വഹാബി വനിതയാണ്. ഇവിടെ പേര് നുസൈബ. അവരാണ് ഉണ്ടായിരുന്നത്.
അപ്പൊ മുന്നിലും പിന്നിലും ഇടത്തും പറ്റി നബി പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ മുന്നിലുണ്ട്, പിന്നിലുണ്ട്, അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്. ഒരു പാമ്പിച്ച പോരാട്ടം തന്നെ നടത്തിക്കൊണ്ട് അവരവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. സാധാരണ നിലക്ക് വെള്ളം കൊടുക്കുക, മുറിവ് നാരാക്കുക, അങ്ങനെയുള്ള പണികളൊക്കെയാണ് വനിതകൾ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ അവസരത്തിനൊത്തുയർന്ന് നുസൈബ ബിൻത് കഅബ് റളിയല്ലാഹു അൻഹ ബനു നജ്ജാർ ഗോത്രക്കാരിയായിരുന്നു. അൻസാരി വനിതകളിൽ പ്രമുഖയായിരുന്നു. ഉമ്മു അമ്മാറ യുദ്ധക്കളത്തിൽ എത്തിയത് ഈ നഴ്സിംഗ് പണിക്കാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ ഇങ്ങനെയാണ്. പിന്നെ നബി പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഉഹുദ് യുദ്ധ ദിവസം ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയപ്പോഴൊക്കെ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഉമ്മു അമ്മാറ തീവ്രമായി പോരാടുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നു. നുസൈബ ബിൻത് കഅബ്. നമുക്കിപ്പോഴും തീരുമാനമായില്ല പെണ്ണുങ്ങൾ പുരേന്ന് ഇറങ്ങണോ വേണ്ടേ എന്നത്. പക്ഷേ നബീന്റെ കാലത്ത് സംഭവിച്ചൊരു സംഗതിയാണ്. അങ്ങനെ ഏതായാലും പിന്നീട് ആളുകൾ വന്നു, നബിയുടെ അടുത്ത് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിക്ക് പറ്റിയ നബിയെ എടുത്ത് ഉഹുദിന്റെ മേലേക്ക് കയറി. അവിടെ ഒരു പൊത്തുണ്ട്, അതൊക്കെ ഇപ്പൊ അവര് അടയാളപ്പെടുത്തി പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പൊത്തിൽ കൊണ്ടുപോയി ഇരുത്തി. അജ്ഞാതമായ ഏതോ ഒരു കാരണത്താൽ എന്ന് ചരിത്രത്തിന്റെ ഭാഷയിൽ പറയാം, ദീനിയായ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹു തോന്നിപ്പിച്ചിട്ട് എന്ന് പറയാം, ഖുറൈശികൾ പിന്തിരിഞ്ഞു വിടും. ശരിക്ക് അവര് ജയിച്ചിട്ട് അവര് ഒന്നുകിൽ നബീനെ കൊല്ലുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ മൊത്തം കൊന്നു കളയുക, അല്ലെങ്കിൽ ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് പോയ മദീന ഉണ്ട്, അവിടെ പോയാൽ ഇവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പിടിച്ചു കൊണ്ടുപോകാം, സ്വത്തുക്കൾ കവർ ചെയ്യാം, മസ്ജിദ് നബവി പൊളിക്കുക, അങ്ങനത്തെ പല പരിപാടികളും ഉണ്ട്. പക്ഷെ അവര് പിരിഞ്ഞു മക്കത്തേക്ക് പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധമൊക്കെ വന്നു. നബി മുറിവൊക്കെ ഉണ്ട്, 12ഓളം ആഴത്തിലുള്ള മുറിവ് പറ്റി നിൽക്കുക. അങ്ങനെ വന്ന് ശുഹദാക്കളെയൊക്കെ അവിടെ ഖബറടക്കി. ഉഹുദിൽ തന്നെയാണ് അവരൊക്കെ ഖബറുള്ളത്. അതൊന്നും അവിടെ ഇങ്ങനെ ഒരു മതിൽ കെട്ടി തിരിച്ചു വെച്ചിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ പെങ്ങളെ മോനെയും കൂടി ഒരു ഖബറിലാണ് വെച്ചത്. ഉഹുദ് മലയിൽ നിന്നല്ല ഇറങ്ങിയത്, ജബൽ ഐൻ മലയിൽ നിന്നാണ്. എല്ലാവരും ഇറങ്ങിയിട്ടില്ല. ബാക്കിയുള്ളവർ അവിടെ കൊല്ലപ്പെട്ടു, ഷഹീദാവുകയാണ് ചെയ്തത്. മുസ്ലിങ്ങൾ തന്നെ അല്ല, മുനാഫിക്കുകളൊന്നല്ല, മുസ്ലിങ്ങൾ തന്നെയാണ്. മുനാഫിക്കുകളൊക്കെ നേരത്തെ പോയി, 300 ആൾക്കാരുണ്ടായിരുന്നു, അവര് പോയി. ഇവര് മുസ്ലിങ്ങളാണ്. അവരെ മുനാഫിക്കെന്ന് ചരിത്രത്തിൽ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ തെറ്റായ തീരുമാനം എടുക്കണം എല്ലാവരും മുനാഫിക്കാവൂല എന്നർത്ഥം. മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷെ അവര് കാണിച്ചത് ഏറ്റവും വലിയ ഒരു അനുസരണക്കേടാണ്. ഒരു കാര്യം നേതൃത്വം പറഞ്ഞാൽ പിന്നെ വേറെ ആലോചിച്ചു പോയത്. അപ്പൊ ചിലപ്പോ നിങ്ങൾ ആലോചിക്കണതിൽ ശരിയൊക്കെ ഉണ്ടാവും, പക്ഷെ അതേ സമയത്ത് അനുസരണം വളരെ പ്രധാനമാണ്. ഈ അനുസരണക്കേട് കാണിച്ചതിന്റെ ഫലമാണ് ഇത്രയും പരിക്ക് പറ്റിയത്. പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ അവര്, അതാണ് ഉഹുദിലെ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. കാരണം ഓല ആലോചിച്ചതാണ്, അത് തോറ്റാലല്ലേ, അതല്ല ഇങ്ങനല്ലേ എന്ന്. അങ്ങനൊന്നും ആലോചിക്കരുത്. അവിടെ നിൽക്കാൻ പറഞ്ഞാണ് നിൽക്കണം. അങ്ങനെ പിന്നെ അവര് പിന്തിരിഞ്ഞു പോയി. ഖബറടക്കവും പരിപാടിയൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം എല്ലാവരും തിരക്കിലായിരുന്നു. അവിടെ തന്നെ ശുഹദാക്കളെ ഖബറടക്കി. റസൂലുള്ളാഹി അവരോട് സംസാരിച്ച സംഭവമൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സംഭവമൊക്കെ പറയും. അങ്ങനെ പിറ്റേ ദിവസം റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും അവരെ പിന്തുടരണം എന്നാണ്. ആരെ? പോയ മുശ്രിക്കുകളെ പിന്തുടരാൻ പറഞ്ഞു. എന്നിട്ട് തിരിച്ചു വരാത്ത കോലത്തിൽ അവരെ ഓടിച്ചിട്ട് വരണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉഹുദിന്റെ അന്നത്തെ ക്ഷീണവും
പ്രയാസങ്ങളും ശാരീരികമായ മുറിവുകളും പരിക്കുകളും എല്ലാം ഉണ്ട്. എന്നാ പിന്നെ നബിയെ ഇനി ഓല് പോയാട്ട് പോയിക്കോട്ടെ, വെറുതെ ഇനിയിപ്പോ എന്തിനാന്ന് ചോദിക്കുക. നമ്മളൊക്കെ ആണെങ്കിൽ ചോദിക്കാൻ തന്നെ എത്തൂല, നമ്മൾ പോയ പോകും. ഇനിയിപ്പോ അതിന് പോവുക ഇപ്പൊ ഇത്ര വിചാരിച്ചിട്ട് ഇനിയിപ്പോ ഇന്നിപ്പോ ഇനി ആവൂല അറിയും. രാവിലെ ഒരു 10 ക്ലാസ് കഴിഞ്ഞ് ഇനിയിപ്പോ മൂപ്പര് ഇഞ്ഞും ക്ലാസ് എടുക്കാൻ വരാം 10:30 അല്ലേ? അങ്ങനെ പോ ഏശം പോലും ചിന്തിക്കണ്ടേ എന്നൊക്കെ പറയാ. ഇങ്ങനെ പറഞ്ഞുവിട്ടാ മതിയോ എന്നൊക്കെ. പക്ഷേ ഉഹുദിന്റെ പിറ്റേന്നാണ് റസൂൽ പറയണത്, നിങ്ങൾ ഓലെ പിന്നാലെ പോയിട്ട് കുടിക്കുക. അപ്പോഴേക്ക് അവരിങ്ങനെ ആടിക്കൊഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടല്ലോ. കാരണം ഓല കൂടെ പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങൾ എന്തിനാ വന്നതെന്ന് വെച്ചാല് ഇവരെ പരമാവധി പ്രചോദിപ്പിക്കാനും ഒക്കെയാണ്. അവരെ പെണ്ണുങ്ങൾ വന്നിട്ട് വെറുതെ ഇരിക്കല്ല, ഓരിങ്ങനെ കവിത ചൊല്ലിയിട്ടും ഒക്കെ പ്രചോദിപ്പിക്കും യുദ്ധത്തിന് വേണ്ടി. നിങ്ങൾ പോയല്ലേ, എന്താ പറ്റിയേ, നിങ്ങൾ അങ്ങനല്ല പെണ്ണുങ്ങൾ പറയാ. പെണ്ണുങ്ങൾ പറയണെന്ന് വെച്ചാൽ പോയിട്ട് കൊന്നു വരും, കൊല്ലാൻ കഴിഞ്ഞില്ലേ ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയും. അപ്പൊ ഈറ്റങ്ങൾ എന്താന്ന് വെച്ചാല് പ്രോത്സാഹനമാണ്, ഭയങ്കരമായ പ്രോത്സാഹനം. അതിന് പെണ്ണുങ്ങൾ പിന്നെ നർത്തകികൾ വന്നിട്ടുണ്ട്, ഡാൻസ് ചെയ്യും. പിന്നെ അത്യാവശ്യം സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഇതൊക്കെ ഒരു വീര്യം ഇന്നും പാവം സൈനികർക്ക് ഇത് വല്ലാണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ മദ്യം, നൃത്തം, ഇതൊക്കെ ആണ് ഓരോ പ്രചോദനം. ഇവരെന്താ ചെയ്യുന്നത്? മുസ്ലിങ്ങള് തഹജ്ജുദ് നിസ്കരിക്കുക, ദിക്റില്ല, ഇതാണ് ഇവരുടെ പ്രചോദനം. ഇവര് പിന്തിരിഞ്ഞ് പോകുമ്പോഴും ഇവരെ കൂട്ടത്തിൽ ഇതും സംഗതി എല്ലാം കൂടിയായിട്ട് ഇങ്ങനെയാണല്ലോ ഇവര് പോണത്. അങ്ങനെ അവര് ഹൈ സ്പീഡിൽ പോണില്ല. പിറ്റേ ദിവസം മുസ്ലിങ്ങള് ഇവരെ പിന്തുടർന്ന് പോവാണ്. അപ്പൊ ഒരു സ്ഥലത്ത് എത്തിയപ്പോ ആരവിടെ ഓല് നോക്കുമ്പോ പോയോല് നല്ല വിചാരിക്കണതേ മുഹമ്മദ് ഇന്നലെ പരിക്ക് പറ്റിയതിന്റെ ദേഷ്യം തീർക്കാൻ വേറെ ടീമിനെ ഇറക്കിയെന്നാണ് വിചാരിക്കുന്നത്. വേറെ ടീമല്ല, ഇത് ഇന്നലെ ഇവിടെ ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അവര് വിചാരിക്കുന്നത് എന്താണ്? ഒരു പുതിയ ടീം വരികയാണ്. അപ്പൊ ആ പുതിയ ടീം വരുമ്പോ എങ്ങനെയായിരിക്കും വരിക? ഭയങ്കര വീര്യത്തിലായിരിക്കും, ഒരുങ്ങി വരികയായിരിക്കും, ഇന്നലത്തെ കണക്ക് തീർക്കാൻ വരികയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവര് പരക്കം പാഞ്ഞ് മക്കത്തേക്ക് തന്നെ പോയി കളയും. അങ്ങനെയാണ് അവരുടെ വിജയത്തിന്റെ ശോഭ കെടുത്തിയതും അവരുടെ ആത്മവിശ്വാസം കെടുത്തിയതും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇല്ലെങ്കിൽ ഓല് പിന്നെയും വരും. പിന്നെ വരവ് നിന്നുപോയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓടിച്ചു. അല്ലെങ്കിൽ ഖാലിദിനെ പോലുള്ള ആളുകളൊക്കെ ഒരു വിധാണെങ്കിൽ അവിടുന്ന് പോകില്ലല്ലോ. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷവും ഖാലിദ് റളിയല്ലാഹു അൻഹു റെസ്റ്റ് എടുത്തിട്ടില്ല. ഓരോ സൈനിക നീക്കത്തിനും സൈന്യാധിപനായിട്ട് ഇങ്ങനെ ജയിക്കുക വരിക തന്നെ, ജയിക്കുക വരിക. ഉമർ ഖാൻ പറഞ്ഞു ഖാലിദിനെ മാറ്റണം സൈന്യാധിപ സ്ഥാനത്ത്. അബൂബക്കർ സിദ്ദീഖ് ഖലീഫ ആയപ്പോഴും ഉമർ ഖാൻ പറഞ്ഞു ഖാലിദിനെ സൈന്യാധിപ സ്ഥാനത്ത് നിന്ന് മാറ്റണം. അപ്പൊ അബൂബക്കർ പറഞ്ഞു അള്ളാന്റെ റസൂൽ ആക്കിയതാണ്, ഞാൻ മാറ്റൂല. അങ്ങനെ ഉമർ ഖലീഫയായ ഉടനെ തന്നെ, അന്ന് ഖാലിദ് ഉള്ളത് ഒരു ഓപ്പറേഷനിലാണ്, കത്തൊടുത്ത് വെച്ചിട്ട് വന്ന് മാറ്റാൻ. ഇങ്ങോട്ട് വന്നിട്ട് മാറ്റാൻ വരെ നിന്നിട്ടില്ല, മാറ്റിയിട്ട് വേറെ ഒരാളെ സൈന്യാധിപനാക്കി, ഖാലിദിന്റെ കീഴിലുണ്ടായിരുന്ന ആളെ. പക്ഷെ ഖാലിദ് റളിയല്ലാഹു അൻഹു ആ സൈന്യാധിപന്റെ കീഴിൽ എന്നിട്ട് എന്ത് ചെയ്തു? യുദ്ധത്തിൽ പങ്കെടുത്തു. ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം അത്യത്ഭുതകരമായ വ്യാഖ്യാനമാണ്. നമുക്കൊന്നും ചിന്തിക്കാനും ഒന്നും കഴിയാത്തത്ര വലിയ ഒരു വ്യാഖ്യാനമാണ് അതിനുള്ളത്. എന്താ അറിയാം നിങ്ങൾക്ക്? ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ പൊന്ന് ഖാലിദ്, അവന്റെ നിയ്യത്തിൽ തകരാറ് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം ദീനിൽ വന്നിട്ട് ഖാലിദ് പങ്കെടുത്ത സകല യുദ്ധവും ജയിക്കുകയാണ്. എന്നെക്കൊണ്ടാണിത് എന്ന് ഖാലിദിന് തോന്നിപ്പോയാൽ ഖാലിദിന്റെ സ്വർഗം പോയി പോവില്ലേ?
നിങ്ങൾ ആലോചിച്ചു എന്താണ് ഓലൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിലല്ല മരിക്കുന്നത്. മരിക്കുമ്പോ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തിൽ യുദ്ധത്തിൽ മുറിവേൽക്കാത്തതായ ഒരു സ്ഥലം പോലുമില്ല, എന്നിട്ടും ഇതാ ഒരു ഭീരുവിനെ പോലെ ഞാൻ പായൽ കിടന്നാണല്ലോ മരിക്കുന്നത് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാല് യുദ്ധത്തിൽ കൊല്ലപ്പെടാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പാഠങ്ങൾ ഉണ്ട് എന്നർത്ഥം. നമ്മളാകെപ്പാടെ ഖാലിദിനെ മാറ്റണം എന്ന് ഉമർ പറഞ്ഞു പറഞ്ഞാൽ നമ്മളെന്താ ചിന്തിക്കുള്ളൂ? അത്ര നമ്മക്കങ്ങനെ തോന്നുള്ളൂ എന്ന് പറയാൻ കാരണം നമ്മളങ്ങനെ ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ തന്നെ കഴിയില്ല. ഏതായാലും അത്ര ഗംഭീരമായ ഒരു സംഭവമാണ് ഭയങ്കര സംഭവമാണ്. ഇതിനോട് അനുബന്ധമായ കുറെ സംഗതികളുണ്ട്. കുറച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. ആ ഉഹുദിന് ശേഷം അതിനെ വിലയിരുത്തി പിന്നീട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് എങ്ങനെ ഒരു ഇസ്ലാമിക് സൊസൈറ്റി മുന്നോട്ട് പോകണം എന്നുള്ള പാഠങ്ങളാണ് പിന്നീട് വന്ന ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ഒക്കെ പിന്നീട് അത് ഇസ്ലാമിക സമൂഹത്തിന് വലിയ ഉപകാരം ചെയ്തു. ആ പരാജയം യഥാർത്ഥത്തില് ഒരുപാട് കാലത്തേക്ക് ഉള്ള നിലനിൽക്കാനുള്ള ഊർജം എന്താക്കിയിട്ടുണ്ട്, ഇസ്ലാമിക സമൂഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് അനുസരണം ഒരു വലിയ പാഠമാണ്. ഈ ആയത്തിന്റെ തൊട്ടു മുമ്പത്തെ ആയത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിട്ട് എല്ലാരെയും കാണരുത്. അപ്പൊ നമുക്ക് തോന്നി ഇതൊന്നും അങ്ങനെ പറയണേ വളരെ റിജിഡാണല്ലോ, എല്ലാവരോടും ബന്ധം പാടില്ല എന്നൊക്കെ. എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഈ പണി എടുക്കും. ഏത് പണി? പൈതയൊക്കെയൊന്നും പിരിഞ്ഞു പോകും. ഇപ്പൊ നമ്മളെല്ലാരും കൂടി ഒരു ടൂറ് പോകാൻ തീരുമാനിച്ചിട്ട് എല്ലാവരും പേരൊക്കെ തന്ന് ബസ്സൊക്കെ ഏൽപ്പിച്ച് പഞ്ചായത്തിന്റെ അടുത്ത് എത്താന്നൊക്കെ പറഞ്ഞ് രാവിലെ ഒരു 50 ആള് വേണ്ട 5 ആള് പറയാണ് ഞങ്ങളില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കാരണവുമില്ല 5 ആൾക്കാരെ നമ്മളോട് പറയാം നമ്മൾ വരുന്നില്ല. എന്ത് ടൂറ്? ആദ്യേ പറഞ്ഞ പ്രശ്നമല്ല. ഒക്കെ റെഡിയായി സെറ്റായി ബസ്സൊക്കെ ബുക്ക് ചെയ്ത് ചോറൊക്കെ ഏൽപ്പിച്ചു. അവസാനം വരെ 5 ആള്, ഒരാള് പോയാൽ തന്നെ നമുക്കത് അതിൻ്റെ ഒരു രസച്ചരട് പൊട്ടിയില്ലേ. അങ്ങനത്തെ നിങ്ങൾ നോക്കൂ, ആകെ 1000 ആള് പോണതിൻ്റെ അകത്ത് നിന്ന് 300 ആളുകൾ പിരിഞ്ഞങ്ങോട്ട് പോവാണ്. 300 ആൾക്കാർ. പക്ഷെ ആ 300 ആള് പിരിഞ്ഞു പോയത് നന്നായി. കാരണം എന്താണ്? അല്ലെങ്കിൽ ഓല ഇവിടെ വന്നിട്ട് എന്ത് പണിയാ ചെയ്യാൻ? അവര് മുനാഫിക്കുകളാണ്. ആ 300 ആളുകൾ മുനാഫിക്കുകളാണ്. പക്ഷെ അവരെയും റസൂൽ എന്ത് ചെയ്തില്ല? വേറെന്തോന്ന് ചെയ്തില്ല. ഇപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യനൊന്നും റസൂൽ കൊല്ലുന്നില്ലല്ലോ. ചിലര് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ശരിയാക്കട്ടെ റസൂലിന് വേണ്ട. അതിന്റെ കാരണം എന്ന് വെച്ചാൽ സ്വന്തം അനുയായികളെ കൊല്ലാൻ തുടങ്ങിയിരിക്കുന്നു മുഹമ്മദ് എന്നാണ് മറ്റുള്ളവർ പറയാം. കാരണം ഈ മുനാഫിക്ക് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കമ്പാർട്ട്മെന്റ് അല്ല. ഓലെ എടുത്തും വലുത്തും ഒക്കെ ഉണ്ടാവും. ഒരു പള്ളിയിലും വരും, നിസ്കരിക്കുകയും ചെയ്യും, ഞങ്ങൾ നിങ്ങളെ കൂടെ എന്ന് പറയുകയും ചെയ്യും. ഇങ്ങനെയാണല്ലോ. അപ്പൊ കാണുമ്പോ എന്താ തോന്നുക? മുസ്ലിം തന്നെ എന്നാണ് തോന്നുക. എന്നിട്ടാണ് ഈ പണിയെടുക്കുന്നത് എന്നതുകൊണ്ടാണ്. പിന്നീട് എല്ലാവരും അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചു. പിൽക്കാലത്ത് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചപ്പോ എന്തിന് ദേഷ്യം പിടിച്ചിട്ട് ഉള്ള തോന്നിയാസം മുഴുവനും വിളിച്ചു പറയുന്നുണ്ട്. എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ചത്താ പോരെ, എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നു. അബൂ സുഫിയാൻ പറയുന്നുണ്ട്, അബൂ സുഫിയാൻ മിണ്ടാതെ കേട്ടുന്നു ഇന്ത്യന്റെ ഈ എല്ലാ പരിപാടിയും. എന്താന്നും മിണ്ടാ. അവസാനം അതിപ്പോ എനക്ക് എന്താ പറയണ്ടേ, എനിക്കിപ്പോ തിരിയില്ലാന്നോ എന്തോ പറഞ്ഞ് ഒഴിവാക്കി. പിന്നെ ഇതേ ഹിന്ദും പോയി ഇസ്ലാം സ്വീകരിച്ചു. വഹ്ഷ് ഇസ്ലാം സ്വീകരിച്ചു. ഹംസനെ കൊന്ന വഹ്ഷ് ഇസ്ലാം സ്വീകരിച്ചു. സംഭവങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഈ ബാക്കി പിന്നെ പറയാം.
അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത് നല്ലൊരു മരണം ഉണ്ടല്ലോ അല്ലേ? ആരാ? അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഖമില്ലാതെ നമ്മളുടെ കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലാ? വീട്ടിലാ? അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചെയ്യുമാറാകട്ടെ. പിന്നെന്ന് കുറച്ച് ആൾക്കാർ വരാത്തതുണ്ട്, ഓലൊക്കെ അറിയിക്കുക. ഞാൻ ഇന്നലെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിരുന്നു, ക്ലാസ്സിന് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരെന്ത് അറിയാം, ഒരു പേഴ്സണൽ മെസ്സേജ് അയക്കുക. വരാത്ത ആൾക്കാർ, വന്ന് മതിയാക്കിയവരും പിന്നെ വിട്ടുപോയവരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളെ ഗ്രൂപ്പിൽ ഓർമ്മപ്പെടുത്തുന്നതിന് പുറമെ ഒരു പേഴ്സണൽ മെസ്സേജ് ഒരിക്കൽ അയക്കുക, ഒരു ശനിയാഴ്ച. ഓക്കെ, അപ്പൊ ചിലപ്പോ ഒരു ഓർമ്മാവുകയും വരികയൊക്കെ ചെയ്യും. അങ്ങനെ ഒരാൾക്ക് നമ്മളിലൂടെ ഖുർആനിലേക്കുള്ളൊരു വഴി കിട്ടിയാൽ അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടുമല്ലോ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.